ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതിന് പ്രത്യേകം ഭരണഘടനാപരമായ അംഗീകാരത്തിന്റെ ആവശ്യമില്ല എന്നതായിരുന്നു മോഹൻ ഭഗവതിന്റെ പ്രസ്താവന. ഹിന്ദു എന്നത് ഒരു പ്രത്യേക മതമല്ലെന്നും മറിച്ച് ഇന്ത്യയിലെ എല്ലാവരുടെയും സാംസ്കാരിക സ്വത്വമാണ് അതെന്നുമായിരുന്നു മോഹൻ ഭഗവതിന്റെ വാദം. അതിനാൽ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും സാംസ്കാരികമായി ഹിന്ദുക്കളാണെന്നും മോഹൻ ഭാഗവത് അവകാശപ്പെടുന്നു. സൂര്യന് കിഴക്കുദിക്കാൻ ഭരണഘടനാ അനുമതി ആവശ്യമില്ലാത്തതുപോലെ ഇന്ത്യക്ക് ഹിന്ദു രാഷ്ട്രമാകാനും പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നും RSS മേധാവി പറയുന്നു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാത്തതിലുള്ള അമർഷവും അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലുണ്ട്. എന്നാൽ പാർലമെന്റിൽ നടപടി ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതിനെ തങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും തങ്ങൾ ഹിന്ദുക്കളാണെന്നും അതിനാൽ ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും മോഹൻ ഭഗവത് പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നു. മോഹൻ ഭഗവതിന്റെ ഈ പ്രസ്താവനകളെ കേവലം ഒരു ചടങ്ങിലെ പ്രസംഗമായി തള്ളിക്കളയാനാകില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ചില പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാനുള്ള RSSന്റെ ശ്രമമായിട്ടും മോഹൻ ഭാഗവതിന്റെ ഈ പ്രതികരണത്തെ വിമർശകർ നോക്കിക്കാണുന്നു. സംഘടനയുടെ 100ാം വർഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യമായ ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സാമൂഹികമായും സാംസ്കാരികമായും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റുക എന്ന RSSന്റെ ദീർഘകാല അജണ്ടയുടെ ഭാഗമായും മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയെ കാണാം. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തെ തന്നെ തള്ളിക്കളയുന്നതാണ് RSS മേധാവിയുടെ ഈ പ്രസ്താവന. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ മതേതരത്വം ഒരു അടിസ്ഥാന മൂല്യമായി ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ അവകാശമുള്ള ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ പേരിൽ രാഷ്ട്രത്തെ നിർവചിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു.